ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട്ട് സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പല്ലവിയാണെന്നുണ്ടെങ്കിൽ ഋതുവിനും അതുപോലെ തന്നെ അമ്മയ്ക്കൊക്കെ ഉള്ള സാരിയും അവർക്ക് അത്യാവശ്യം മാറാനുള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അച്ചു പറയുന്നത്, നന്നായി ചേച്ചി, ഇതേ പാവം സേതുവേട്ടൻ രാവിലെ പോയിട്ട് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നത്, ഇനിയിപ്പോൾ സേതുവേട്ടനെ പണച്ചിലവാകുമല്ലോ എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ചേച്ചിയായിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത്. ഋതു വന്നില്ലേ? ഇല്ല, അവൾ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയിരിക്കുക എന്ന് പൂർണ്ണ പറയാണ്. ഇനിയിപ്പോൾ ആ ടെക്സ്റ്റൈൽസ് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു പ്രതീക്ഷ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നമ്മൾ ടെക്സ്റ്റൈൽസ് എന്താ ചെയ്യേണ്ടതെന്ന് ലക്ഷ്മിയോടുത്ത് അവിടുത്തെ മാനേജർ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കിത് നോക്കി നിർത്താണെന്ന് വയ്യ, എല്ലാവരും പറഞ്ഞിട്ടെ അടച്ചു പൂട്ടിയേക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവാണ്. കുറുപ്പമ്മാവൻ വന്നിട്ട് എല്ലാവരുമായിട്ട് കാര്യം പറയേണ്ടത്, നിങ്ങൾ ആരും എന്താ ഫോൺ എടുക്കാത്തത്, ഞാൻ എത്ര പ്രാവശ്യമായി നിങ്ങളെല്ലാവരും വിളിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും പൂർണ്ണിമ പറയുന്നുണ്ട്, ഫോണിൽ ചാർജ് കുറവാ, കുത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്താ എന്താ കുറുപ്പമ്മാവാൻ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി ടെക്സ്റ്റൈൽസിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാണ്. ടെക്സ്റ്റൈൽസിലേക്കോ? ഓ അതെ, എന്തായെന്ന് അറിയില്ല. അവൾ ഇതുവരെ വന്നില്ലേ ഋതു എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, അവൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാണ്. ഓ ഇനിയിപ്പോൾ എന്താണോ എന്തോ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഋതുവും ഇന്ദ്രനും കൂടി അവിടേക്ക് വരുന്നത് കേട്ടോ. ഋതു ആകെ ദേഷ്യത്തിലാണ്. ഋതുവിനോട് ചോദിക്കുന്നുണ്ട് പൂർണ്ണിമ, എന്താ മോളെ അവിടെ എന്തിന് പ്രശ്നമുണ്ടോന്നോ? പ്രശ്നേ ഉള്ളൂ. എന്താ മോളെ, എന്തു പറ്റി? ആ ലക്ഷ്മി അവിടേക്കും വന്നു. ലക്ഷ്മിയോ? അതെ, ആ മഹാലക്ഷ്മി തന്നെ. എന്നിട്ട് ആ പൂർണ്ണിമ ടെക്സ്റ്റൈൽസും അവരുടെയാണെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് നിന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതുന്ന സ്ഥാപനമല്ലേ? അതെ. അവരെന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വേണ്ടി വരുക. എന്ത് പറ്റി മോളെ? അപ്പൊ നമ്മുടെ സേതു വരുന്നുണ്ട്. എന്താ മോളെ, എന്താ അമ്മ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? എന്നോട് പറയാ, നിന്റെ അച്ഛന്റെ വകയാണോ ഇത്? നിന്റെ അച്ഛനാണെന്ന് മാധവൻ നായർ നിന്റെ അച്ഛനാണെന്ന് തെളിയിക്കാണ്ട് DNA ടെസ്റ്റ് ആയിട്ട് വരാൻ അവരുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ടെന്ന്. മാധവൻ നായർ അവരെ വിവാഹം കഴിച്ചതും അതുപോലെ സേതുവേട്ടന് അവരുടെ കയ്യിൽ ഉണ്ടായതാണെന്നുള്ള തെളിവും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെ അമ്മ മാധവൻ നായരുടെ വിവാഹം കഴിച്ച തെളിവുണ്ടോ? ഞങ്ങൾ എല്ലാവരും മാധവൻ നായരുടെ പിള്ളേര് തന്നെയാണോ എന്നുള്ളതിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് സേതുവേട്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ലക്ഷ്മി പറയണ്ട്, പൂർണ്ണിമ പറയണ്ട്, സാരില്ല, ലക്ഷ്മിയുടെ ആ ഒരു ദേഷ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണതാണ്, ക്ഷമിക്കേ എന്ന് പറയുമ്പോൾ സേതു പറയണ്ട്, അമ്മേ, എൻ്റെ പെറ്റമ്മ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എല്ലാവരും എന്നോട് ക്ഷമിക്കേ എന്ന് പറയുമ്പോഴേക്കും പൂർണ്ണിമ പറയണ്ട്, മോനെ, സത്യം പറഞ്ഞാൽ ഞാൻ ലക്ഷ്മി എടുത്ത് നന്ദി പറയേണ്ടതാണ്. എനിക്ക് നിന്നെ പോലത്തെ നല്ലൊരു മോനെ തന്നില്ലേ, അതിനേക്കാളും വലുതല്ല സ്വത്തുക്കളും പണവും സ്വർണവും പൊന്നും ഒന്നും, എനിക്ക് നീയാ മോനെ ഏറ്റവും വലുത് എന്ന് പൂർണ്ണിമ പറയുമ്പോഴേക്കും ഋതു പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് അത്രയും വലിയൊരു നിലയിൽ എത്തിച്ചത് ഞാനാണ്, എൻ്റെ കഠിനാധ്വാനമാണ്. ഇത്രയും നാളും രാവും പകലില്ലാതെ ഞാൻ കഷ്ടപ്പെട്ട സ്ഥാപനമാണ്. അതെങ്ങനെ പെട്ടെന്നൊരു ദിവസം കയറി വന്ന ഒരാൾക്ക് എഴുതി കൊടുക്കാണെന്ന് എനിക്ക് പറ്റില്ല. സേതുവേട്ടനൊന്നും വിചാരിക്കല്ലേ, ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് മോളെ, എനിക്കറിയാലോ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് മോളും വിചാരിക്കേണ്ട. എൻ്റെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഈ അനീതിക്കെതിരെ ഞാൻ പോരാടിയിരിക്കും മോളെ. ഇത് ഞാൻ നിനക്ക് ചേട്ടൻ തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോഴേക്കും ഋതു പൊട്ടിക്കരയാണ്. പല്ലവി ഋതുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഋതുവും പല്ലവിനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പല്ലവി പറയണ്ട, എനിക്ക് മനസ്സിലായി മോളെ, ആ ടെക്സ്റ്റൈൽസ് നീ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. നിന്റെ ചോര കണ്ണീരുമാണ് ആ ടെക്സ്റ്റൈൽസ് ഈ നിലയിൽ എത്തിച്ചതെന്നും എനിക്കറിയാം. നോക്ക്, നീ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആവില്ല. ഞാനല്ലേ പറഞ്ഞത്, നീ എന്നെ വിശ്വസിക്കേ, ഒരിക്കലും ഒന്നും വെറുതെ ആവില്ല മോളെ, എല്ലാം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. ഞാനാ പറഞ്ഞത്, നീ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിയാണെന്നുണ്ടെങ്കിൽ ഋതുവിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഋതു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് നേരെയാവാൻ, എവിടെ നേരെയാവാൻ, ഒന്നും നേരെയാവാൻ പോകുന്നില്ല. ആ ഇനിയിപ്പോ ഈ വീട്ടിൽ തന്നെ എല്ലാവർക്കും കഴിയാം. അല്ല, ഈ വീട്ടിൽ മാസം മാസം കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലൊക്കെ കൊടുക്കാനായിട്ടുള്ള പൈസ ആകോ പൂർണ്ണിമ മക്കളെടുത്തും. അല്ല, ഈ ഋതുവിന്റെ അഹങ്കാരം എന്തായിരുന്നു? എനിക്ക് പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് മുതലാളി, ഇപ്പൊ എന്തായി കണ്ടോ? ഒരു സെക്കൻഡ് കൂടി എല്ലാം തീർന്നില്ലേ? ഇതാണ് ഭഗവാൻ പറയണത്, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, അതുപോലെ തന്നെ കണ്ടെന്നിലിരിക്കും ജനങ്ങളെ, കണ്ടിൽ നടിക്കുന്നതും ഭവാൻ. ഒരു സെക്കൻഡ് മതി ഓരോന്നും ഇല്ലാതാവാനായിട്ട്. കണ്ടോ, ഇവിടെ ഇരുന്ന ഋതു ഇപ്പൊ നിലത്തേക്ക് പോയത് കണ്ടില്ലേ? എടി, നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ പണിയാടിയത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഋതു പൊട്ടിക്കരയാണ്. പല്ലവി പറയണ്ടേ, മതി, ഋതുവിനെ കുറ്റപ്പെടുത്താൻ നിർത്താതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പോവാൻ നോക്ക്. സേതുവേട്ടന്റെ അമ്മേനെയും പെങ്ങന്മാരെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം എന്ന് പല്ലവി പറയാണ്. അതിന് നിനക്ക് എന്തറിയാന്ന്? നിന്റെ വീടേ നീ ആധാരം പണയം വെച്ച് കൊടുത്തിട്ടല്ലേ ഇവനെ സ്വർണം ഉണ്ടാക്കിയിട്ട് അച്ചുവിന്റെ വിവാഹവും
ഋതുവിന്റെ വിവാഹമൊക്കെ നടത്തിയത്, ഇനി ഇവളുടെ പ്രസവമൊക്കെ ആര് നടത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ കൈ കഴുകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഋതു ചോദിക്കാനുണ്ട് അമ്മയടുത്ത്, അമ്മ എനിക്ക് അമ്മയടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും, അത് വേറൊന്നുമല്ല, ഈ മഹാലക്ഷ്മിക്ക് എന്താ അമ്മയടുത്ത് ഇത്ര ദേഷ്യം, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും പൂർണ്ണിമ പറയണ്ട, അതൊന്നും പറയാൻ പറ്റില്ല മോളെ, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്, അതൊന്നും ഇനി പറയാനും അതൊന്ന് ചികഞ്ഞെടുക്കാനും ഈ അമ്മ ആളല്ല എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ ഋതു പറയണ്ട, അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല അമ്മേ, അമ്മ പറഞ്ഞേ പറ്റൂ, എന്തിനാണ് അമ്മേനെ ഇത്രമാത്രം അവർ വെറുക്കുന്നത്, എന്തിനാണ് നമ്മൾ ഇത്രമാത്രം അവർ വെറുക്കണത്, എനിക്ക് തോന്നണം അമ്മയടുത്ത് സേതുവേട്ടനോടും അമ്മയടുത്തുള്ള വെറുപ്പാണ് അവർ എന്നോട് കാണിക്കണത്, അവർക്ക് ഞങ്ങളോട് വലിയ വെറുപ്പൊന്നുമില്ല, പക്ഷെ വേറെ എന്തോ റീസൺ ഇതിന് പിന്നിലുണ്ട്, അവർ ഇത്രമാത്രം വെറുക്കാനും ഇത്രമാത്രം ദേഷ്യം കാണിക്കണം എന്തോ ഒരു സംഭവം ഉണ്ട്, എന്താ അമ്മ അത്, ഞങ്ങൾക്ക് ആ പഴയ കഥ അറിഞ്ഞേ പറ്റൂ എന്ന് ഋതു ചോദിക്കുമ്പോഴേക്കും പൂർണ്ണിമ തൻ്റെ പഴയ കഥകൾ ഋതുവിനോട് തുറന്നു പറയാട്ടോ. അതായത് അത് ശരിക്കും നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതായത് മാധവൻ നായരും ലക്ഷ്മിയും വിവാഹം കഴിച്ചതും അവരുടെ ഇടയിലുണ്ടായ ആ ഒരു ഏറ്റക്കുറച്ചിലും അവർ തമ്മിൽ പിരിഞ്ഞതും പിന്നെ പൂർണ്ണിമ അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കയറി വന്നതെന്നുള്ള കഥകളെല്ലാം തന്നെ പൂർണ്ണിമ നാളെ മക്കളോട് പറയാട്ടോ. അത് കേൾക്കുമ്പോഴാണ് പല്ലവിക്ക് ആ ഒരു തോന്നുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആരാണെന്നൊക്കെ നമ്മുടെ പല്ലവിക്കും അതുപോലെ തന്നെ സേതുവിനെ മനസ്സിലാവണം. അങ്ങനെ വേണുവിനെ കാണാൻ പോണതും, വേണു കാണാൻ പോകുമ്പോഴൊക്കെ വേണു ഭയങ്കര ദേഷ്യത്തിലൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും പിന്നീട് വേണുവും അതുപോലെ തന്നെ സേതുവും തമ്മിൽ ഒന്നായിട്ട് ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ കളിച്ചിരിക്കുന്നത് ഇന്ദ്രനാണെന്നും ഇന്ദ്രനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി തന്നെ അവരെ അങ്ങനെ ഇന്ദ്രനെ അടിച്ചു പുറത്താക്കാണ്. അതിനുശേഷം ലക്ഷ്മിയുടെ സത്യങ്ങളൊക്കെ വേണു തന്നെ പറയാണ്. പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷ്മി സത്യങ്ങളൊക്കെ അറിഞ്ഞ് പൂർണ്ണിമ എടുത്ത് മാപ്പ് പറയാൻ വേണ്ടി വരുമ്പോഴാണ് പൂർണ്ണിമ കുഴഞ്ഞു വീണ് കിടക്കുന്ന കാഴ്ച കാണുന്നത്. അതിനുശേഷം പൂർണ്ണിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാധവന്റെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ പഴയ കഥകൾ പറയണതും അവരുടെ ഇടയിലേക്ക് പൂർണ്ണിമ എങ്ങനെയാണ് വന്നതെന്നും സേതുവിനെ ലക്ഷ്മി ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണെന്നും ഈ കാര്യങ്ങൾ മാത്രമേ നാളത്തെ എപ്പിസോഡിലുള്ളൂ. അപ്പം നാളെ എന്തായാലും ഫ്ലാഷ് ബാക്ക് കഥകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കണത്. അത് മാത്രമല്ല ലക്ഷ്മി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി പൂർണ്ണിമയടുത്ത് മാപ്പ് പറയാൻ വേണ്ടി പോകുമ്പോൾ പൂർണ്ണിമേനെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മുടെ സേതു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ വരുമ്പോഴേക്കും സേതു ലക്ഷ്മിനെ ആട്ടി ഓടിക്കാട്ടോ. നിങ്ങളെ കാരണമാണ് എൻ്റെ പൂർണ്ണിമാമ ഈ അവസ്ഥയിലെത്തിയത്, എന്നിട്ട് നിങ്ങൾ എൻ്റെ പൂർണ്ണിമാമനെ തൊടാനുള്ള അർഹത പോലില്ല, മാറി നിൽക്കവിടുന്ന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സേതു പൂർണ്ണിമേനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലെത്തിയ പൂർണ്ണിമേനെ ICUലേക്ക് കയറ്റുവാണ്. ICUലേക്ക് കയറ്റിന് ശേഷം പൂർണ്ണിമയുടെ ജീവൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം ഡോക്ടർമാർ പറയാണ്. പൂർണ്ണിമയുടെ അവസാനമായിട്ട് തനിക്കൊന്ന് മാപ്പ് പറയണം, പൊട്ടിക്കരയണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി കാല് പിടിക്കുമ്പോഴും സേതു അതൊന്നും സമ്മതിക്കുന്നില്ല. എൻ്റെ അമ്മക്ക് എന്തിനും സംഭവിച്ചാൽ നിങ്ങളെ വെറുതെ വിടത്തില്ല, നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ അമ്മ എന്ന് വിളിച്ചത് ആ സ്ത്രീയാണ്, ഞാൻ അമ്മയായിട്ട് മനസ്സിൽ പ്രതിഷ്ഠ ചെയ്തത് ആ സ്ത്രീയായിരുന്നു, അതുകൊണ്ട് അവർക്കിതിൽ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പെറ്റമ്മയാണെന്ന് ഞാൻ നിങ്ങളെ നോക്കില്ല, നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ സേതു പറയാട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.